ألا إن لله من في السماوات ومن في الأرض وما يتبع الذين يدعون من دون الله شركاء إن يتبعون إلا الظن وإن هم إلا يخرصون. അറിയുവിൻ, വാനലോകത്തും ഭൂമിയിലും വസിക്കുന്നവരെല്ലാം അല്ലാഹുവിന് അടിമപ്പെട്ടവരാകുന്നു. അല്ലാഹുവിനെ വിട്ട് സ്വയം നിർമ്മിച്ച ബഹുദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ വെറും ഭാവനകളെ പിന്തുടരുകയാണ്. കേവലം സാങ്കല്പികമായ നിഗമനങ്ങൾ മെനഞ്ഞെടുക്കുകയാണവർ. هو الذي جعل لكم الليل لتسكنوا فيه والنهار مبصرا إن في ذلك لآيات لقوم يسمعون. രാവിനെ അതിൽ നിങ്ങൾ ശാന്തി നേടുന്നതിന് നിശ്ചയിച്ചു തന്നവനും പകലിനെ വെളിച്ചമുള്ളതാക്കിയവനും ആ അല്ലാഹു തന്നെയാകുന്നു. പ്രവാചക സന്ദേശം ചെവി തുറന്ന് കേൾക്കുന്ന ജനത്തിന് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നാം ബാഹ്യമായി കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വസ്തുക്കൾക്ക് പിന്നിൽ വല്ല യാഥാർത്ഥ്യവും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലാക്കുകയാണല്ലോ ദാർശനികമായ അന്വേഷണത്തിന്റെ ലക്ഷ്യം. ദിവ്യബോധനം വഴി നേർക്കുനേരെ യാഥാർത്ഥ്യജ്ഞാനം ലഭ്യമല്ലാത്ത ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കും മതത്തെക്കുറിച്ച് അഭിപ്രായം രൂപവൽക്കരിക്കാനുള്ള ഏക ഉപാധിയാണത്. ഭൗതികത്വമോ ബഹുദൈവത്വമോ ഏകദൈവത്വമോ എന്തു തന്നെ സ്വീകരിച്ചാലും ഏതെങ്കിലും വിധത്തിലുള്ള ദാർശനികമായ അന്വേഷണം കൂടാതെ ഒരാൾക്കും മതത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നിഗമനത്തിലെത്തിച്ചേരാൻ സാധ്യമല്ല. പ്രവാചകന്മാർ അവതരിപ്പിച്ച മതത്തിന്റെ പരിശോധന പോലും സാധ്യമാവണമെങ്കിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നതായി പ്രവാചകന്മാർ അറിയിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിനിണങ്ങിയതാണോ അല്ലേ എന്ന് ദാർശനികമായി പരിശോധിച്ച് തൃപ്തിപ്പെടേണ്ടതുണ്ട്. ഈ അന്വേഷണം തെറ്റോ ശരിയോ ആവുന്നത് അന്വേഷണ മാർഗത്തെ ആശ്രയിച്ചിരിക്കുന്നു. മാർഗം അബദ്ധമാവുമ്പോൾ തെറ്റായ നിഗമനവും സുബദ്ധമാണെങ്കിൽ ശരിയായ നിഗമനവും രൂപം കൊള്ളുന്നതാണ്. ലോകത്തിലെ വിവിധ ഭാഗങ്ങൾ ഈ അന്വേഷണത്തിന് എന്തെന്ത് മാർഗങ്ങളാണ് അവലംബിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ബഹുദൈവാരാധകർ കേവലം ഊഹാപോഹങ്ങളെയാണ് തങ്ങളുടെ അന്വേഷണങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. യോഗികളും സന്യാസിമാരും നീണ്ട തപസ്സിലൂടെ ബാഹ്യപ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ആന്തരിക സത്യം ദർശിക്കുന്നുവെന്ന് വാദിച്ചിട്ടുണ്ടെങ്കിലും വാസ്തവത്തിൽ അവരുടെ അന്വേഷണം ഊഹാധിഷ്ഠിതമാണ്. അവരുടെ ഉത്തരം അനുമാനം മാത്രമാണ്. ഞങ്ങൾ ദർശിക്കുന്നു എന്ന് അവർ പറയുന്നതിന്റെ യാഥാർത്ഥ്യം ഇത്രമാത്രമാണ്. അനുമാനങ്ങളിലൂടെ ആവിഷ്കൃതമായ ആശയങ്ങളെ ഭാവനകൾ കൊണ്ട് അലങ്കരിച്ച് മനസ്സിലേക്ക് കുത്തിക്കയറ്റുന്നതിനാൽ ആ ആശയങ്ങൾ സജീവവും ചലനാത്മകവുമായി അവർക്ക് തോന്നുന്നു. സാങ്കേതികാർത്ഥത്തിലുള്ള തത്വചിന്തകന്മാർ അനുമാനത്തെയാണ് ഗവേഷണത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. അതും വാസ്തവത്തിൽ ഊഹം തന്നെയാണ്. ഈ ഊഹത്തിന്റെ മുടന്ത് മനസ്സിലാക്കി അവർ ന്യായശാസ്ത്രത്തിന്റെയും കൃത്രിമ യുക്തിവാദത്തിന്റെയും ഊന്നുവടികളിൽ അതിനെ നടത്താൻ ശ്രമിച്ചു. ഖിയാസ് അഥവാ ന്യായാധികരണം എന്ന് അതിന് പേരിടുകയും ചെയ്തു. ശാസ്ത്രകാരന്മാർ സയൻസിന്റെ പരിധിയിൽ സ്വീകരിക്കുന്ന ഗവേഷണ രീതി ശാസ്ത്രീയമാണ്. പ്രകൃത്യതീത പരിധികളിൽ പ്രവേശിക്കുന്നതോടെ അവരും ശാസ്ത്രീയ രീതി വിട്ട് ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെല്ലാം ഉപരി ഈ എല്ലാ വിഭാഗങ്ങളുടെയും ഊഹങ്ങൾക്ക് ഏറെക്കുറെ പക്ഷപാത രോഗം പിടിപെടുകയും ചെയ്തു. അതാവട്ടെ മറ്റുള്ളവരുടെ വാക്ക് ശ്രദ്ധിക്കാതിരിക്കാനും തങ്ങളുടെ ഇഷ്ടസരണിയിൽ അന്ധമായി മുന്നോട്ടു നീങ്ങാനും അവരെ നിർബന്ധിക്കുകയും ചെയ്തു. ഖുർആൻ ഈ ഗവേഷണ രീതി അടിസ്ഥാനപരമായി തെറ്റാണെന്ന് സമർത്ഥിക്കുന്നു. അത് പറയുന്നു, നിങ്ങളുടെ വഴികേടിനുള്ള മൗലിക കാരണം യാഥാർത്ഥ്യ അന്വേഷണത്തിന് ഊഹത്തെയും അനുമാനത്തെയും അടിസ്ഥാനമായി അംഗീകരിച്ചതത്രേ. പക്ഷപാതത്താൽ മറ്റുള്ളവർ പറയുന്ന ന്യായങ്ങൾ കേൾക്കാൻ പോലും നിങ്ങൾ സന്നദ്ധരാവുന്നില്ല. ഗുരുതരമായ ഈ തെറ്റിന്റെ അനന്തരഫലം നിങ്ങൾക്ക് യാഥാർത്ഥ്യം അപ്രാപ്യമായി തീരുന്നു എന്നതാണ്. കൂടാതെ പ്രവാചകന്മാർക്ക് അവതീർണമായ മതജീവിത വ്യവസ്ഥിതി പരിശോധിച്ച് ശരിയായ അഭിപ്രായം രൂപവൽക്കരിക്കുക അസാധ്യവുമായി തീരുകയും ചെയ്യുന്നു.
അതിനു വിപരീതമായി ഖുർആൻ ശാസ്ത്രീയ ഗവേഷണത്തിന്റെ വൈജ്ഞാനികവും ചിന്താപരവുമായ യഥാർത്ഥ മാർഗം ഇപ്രകാരം നിർണയിക്കുന്നു. ഒന്നാമതായി, യാഥാർത്ഥ്യം ഇന്നതാണെന്ന് അനുമാനത്തിന്റെയോ ധ്യാനത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല, അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറയുന്നവരുടെ വിശദീകരണം തുറന്ന മനസ്സോടെ പക്ഷപാത ബുദ്ധി കൂടാതെ ശ്രദ്ധിക്കുക. അനന്തരം നിങ്ങളുടെ ദൃഷ്ടിക്കും അനുഭവത്തിനും പരീക്ഷണത്തിനും വിഷയീഭവിക്കുന്ന പ്രപഞ്ച പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുക. അതിന്റെ സാക്ഷ്യങ്ങളെ ക്രോഡീകരിച്ചു നോക്കുക. ഈ ബാഹ്യപ്രപഞ്ചത്തിന് പിന്നിൽ അറിവ് അവകാശപ്പെടുന്ന പ്രവാചകന്മാർ ചൂണ്ടിക്കാണിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശുന്ന അടയാളങ്ങൾ കാണുന്നുണ്ടോ എന്നും ആരാഞ്ഞുകൊണ്ടിരിക്കുക. അത്തരം ദൃഷ്ടാന്തങ്ങളുടെ സാക്ഷ്യങ്ങളെ വിശദീകരിക്കുന്നവരെ നിങ്ങൾ തള്ളിപ്പറയുന്നതിൽ ഒരു ന്യായവുമില്ല. ഈ ശാസ്ത്രീയ രീതിയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. മുസ്ലിങ്ങൾ അത് വെടിഞ്ഞാണ് പ്ലാറ്റോവിന്റെയും അരിസ്റ്റോട്ടിലിന്റെയും കാൽപ്പാടുകൾ പിൻപറ്റുന്നതെന്നത് വളരെ ദൗർഭാഗ്യകരമത്രേ. ഈ രീതി ഖുർആൻ അടിക്കടി ആവർത്തിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ നിരത്തിവെച്ച് അതിലൂടെ ഒരു നിഗമനത്തിലെത്തിച്ചേരുകയും പിന്നീട് അത് പടിപടിയായി വളർത്തി ദൃഢവിശ്വാസത്തിലെത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ ആണ്ടിറങ്ങുന്ന രീതിയാണിത്. ഈ സൂക്തത്തിലും ഉദാഹരണത്തിന് 2 ദൃഷ്ടാന്തങ്ങൾ എടുത്തു കാണിച്ചിട്ടുണ്ട്: രാത്രിയും പകലും. രാപ്പകലുകളുടെ മാറ്റത്തിന് കാരണം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന സുവ്യവസ്ഥിതമായ വ്യത്യാസമാണ്. ഇതെല്ലാം ഒരു നിയന്താവിന്റെയും പ്രപഞ്ച വസ്തുക്കളിൽ പൂർണ്ണാധികാരമുള്ള ഒരു യുക്തിജ്ഞന്റെയും അസ്തിത്വത്തെ വിളംബരം ചെയ്യുന്ന ദൃഷ്ടാന്തങ്ങളാണ്. വ്യക്തമായ ലക്ഷ്യവും യുക്തിയും അതിൽ തെളിഞ്ഞു കാണാം. കാരണം ഭൂമിയിലുള്ള അസംഖ്യം വസ്തുക്കളുടെ എണ്ണമറ്റ താൽപര്യങ്ങൾ രാപ്പകലുകളുടെ കറക്കത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. സംരക്ഷണത്തിന്റെയും കാരുണ്യത്തിന്റെയും പരിപാലനത്തിന്റെയും അടയാളങ്ങളും അതിൽ കണ്ടെത്താൻ സാധിക്കും. കാരണം ഭൂമുഖത്ത് ഈ വസ്തുക്കൾ അത്രയും സൃഷ്ടിച്ചതാരാണോ അവൻ തന്നെയാണ് അവയുടെ നിലനിൽപ്പിന് ആവശ്യമായ വിഭവങ്ങളും ഒരുക്കിക്കൊടുക്കുന്നതെന്ന് വ്യക്തം. ഈ ആഗോള വ്യവസ്ഥിതിയുടെ നിയന്താവ് ഏകനാണെന്നും അവൻ വിനോദത്തിനു വേണ്ടിയല്ല, തികഞ്ഞ ഉദ്ദേശത്തോടും യുക്തിയോടും കൂടിയാണവ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം. മാത്രമല്ല, പരിപാലകനും നന്മ ചെയ്യുന്നവനും എന്ന നിലയിൽ ഇബാദത്ത് ചെയ്യപ്പെടാനും അർഹനാണവൻ. അതേപോലെ അവന് താഴെയുള്ള യാതൊന്നും സ്രഷ്ടാവും ഉടമയുമല്ല, കേവലം സൃഷ്ടിയും അടിമയുമാണ് എന്നും വളരെ സ്പഷ്ടമായി മനസ്സിലാക്കാം. സുവ്യക്തമായ ഇത്രയും സാക്ഷ്യങ്ങളും തെളിവുകളുമുണ്ടായിരിക്കെ അവയ്ക്കെതിരിൽ വിഗ്രഹാരാധകർ കേവലം ഊഹാപോഹങ്ങൾ കൊണ്ട് പടച്ചുണ്ടാക്കിയ അഭിപ്രായങ്ങളും തത്വശാസ്ത്രങ്ങളും എങ്ങനെയാണ് സത്യമാവുക? قالوا اتخذ الله ولدا سبحانه هو الغني له ما في السماوات وما في الأرض إن عندكم من سلطان بهذا أتقولون على الله ما لا تعلمون. അല്ലാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് ജനം പറഞ്ഞുകളഞ്ഞു. അല്ലാഹുവോ പരമപരിശുദ്ധനാകുന്നു. അവൻ എല്ലാ നിലകളിലും സ്വയം പര്യാപ്തനാകുന്നു. ആകാശഭൂമികളിലുള്ളതൊക്കെയും അവന്റെ ഉടമസ്ഥതയിലാണ്. ഈ വാദത്തിന് നിങ്ങളുടെ പക്കൽ യാതൊരു തെളിവുമില്ല. നിങ്ങൾക്കറിവില്ലാത്ത കാര്യങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ പറയുകയോ? ജ്ഞാനത്തിനു പകരം സ്വന്തം അഭിപ്രായങ്ങളെയും അനുമാനങ്ങളെയും നിദാനമാക്കുകയും പിന്നീട് അതിന്റെ ന്യായത്തെയും അന്യായത്തെയും കുറിച്ച് ചിന്തിക്കാനോ തങ്ങൾ അവലംബിച്ച മാർഗത്തിന് വല്ല തെളിവുമുണ്ടോ എന്നന്വേഷിക്കാനോ ശാസ്ത്രീയമായ രീതികളൊന്നും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മൂഢമായ നിലപാടിനെ ഈ സൂക്തത്തിൽ അപലപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഊഹത്തെ ആസ്പദമാക്കി ദൈവത്തിന് പുത്രനെ സങ്കല്പിച്ച ക്രിസ്തീയരെ പോലെയുള്ള മതവിഭാഗങ്ങളുടെ അജ്ഞതയെ തുറന്നു കാട്ടുക കൂടി ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് എന്ന ആശ്ചര്യവചനം ചിലപ്പോൾ അത്ഭുതം സൂചിപ്പിക്കാനും മറ്റു ചിലപ്പോൾ അല്ലാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് എന്ന യഥാർത്ഥ അർത്ഥം ഉദ്ദേശിച്ചും പ്രയോഗിക്കാറുണ്ട്. ഇവിടെ 2 അർത്ഥങ്ങളും ഉദ്ദേശിക്കുന്നുണ്ട്. ദൈവത്തിന് പുത്രനുണ്ടെന്ന ജനങ്ങളുടെ വാദത്തിൽ അത്ഭുതം പ്രകടിപ്പിക്കുകയും ന്യൂനതകളിൽ നിന്ന് പരിശുദ്ധനായ അല്ലാഹുവിന് പുത്രനുണ്ടെന്ന് ആരോപിക്കുന്നത് ഒരു നിലയ്ക്കും സത്യമാവുകയില്ലെന്ന് അവർക്ക് മറുപടിയായി വ്യക്തമാക്കുകയും ചെയ്യുന്നു. അല്ലാഹുവിന് പുത്രനുണ്ടെന്ന വാദത്തിന് മറുപടിയായി 3 കാര്യങ്ങളാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. 1, അല്ലാഹു ന്യൂനതകളിൽ നിന്ന് പരിശുദ്ധനാണ്.
2. അവൻ സ്വയം സമ്പൂർണനാണ്. 3. ആകാശഭൂമികളും മറ്റു മുഴുവൻ വസ്തുക്കളും അവന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അല്പം വിശദീകരിക്കാം. സന്താനമുണ്ടാവണമെങ്കിൽ ഒന്നുകിൽ സ്വന്തം ബീജത്തിൽ നിന്നുണ്ടാവണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മക്കളെ ദത്തെടുക്കണം. ദൈവത്തിന് സന്താനമുണ്ടെന്ന് വാദിക്കുമ്പോൾ സ്വന്തം ബീജത്തിൽ നിന്നുള്ള സന്താനത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്: തന്റെ അസ്തിത്വം നിലനിർത്താൻ ഏതെങ്കിലും വർഗത്തോട് ബന്ധപ്പെടുകയും ആ വർഗത്തിൽപ്പെട്ട ഇണയുമായി ചേർന്ന് സാധാരണ നിലയിൽ സന്താനോൽപാദനം നടത്തുകയും ഈ സന്താനങ്ങളിലൂടെ വർഗ സംരക്ഷണം സാധിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയോട് ദൈവത്തെ സാദൃശ്യപ്പെടുത്തുന്നു. ഇനി പുത്രനെ ദൈവം ദത്തെടുത്തു എന്നാണ് വാദമെങ്കിൽ രണ്ടിലൊരർത്ഥമേ അതിന് കൊടുക്കാൻ നിർവാഹമുള്ളൂ. ഒന്നുകിൽ സന്താനമില്ലാത്തതിനാൽ ഉണ്ടാകുന്ന നഷ്ടം പേരിനു വേണ്ടിയെങ്കിലും നികത്താനും തനിക്ക് ശേഷം തന്റെ അനന്തരാവകാശിയാകാനും സ്വവർഗത്തിൽപ്പെട്ട മറ്റൊരാളെ ദത്തെടുക്കുന്ന മനുഷ്യന് ദൈവത്തെ തുല്യനാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ മനുഷ്യനെപ്പോലെയുള്ള വികാരങ്ങൾ ദൈവത്തിനുമുണ്ടെന്നും അതിനാൽ തന്റെ അസംഖ്യം അടിമകളിൽ ഒരാളെ ദത്തുപുത്രനാക്കാൻ മാത്രം അയാളോട് പ്രത്യേക പ്രേമമുണ്ടെന്നും തീരുമാനിക്കുന്നു. ഈ മൂന്നിൽ ഏത് വീക്ഷണമായാലും പ്രസ്തുത വിശ്വാസത്തിന്റെ അടിസ്ഥാന സങ്കല്പത്തിൽ തന്നെ ദൈവത്തിന് കുറവുകളും വളരെയേറെ ദൗർബല്യങ്ങളും വളരെയേറെ ന്യൂനതകളും ആവശ്യങ്ങളും ആരോപിച്ചിരിക്കുന്നു. ഈ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ദൈവത്തിൽ ആരോപിക്കുന്ന മുഴുവൻ ദൗർബല്യങ്ങളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും അവൻ പൂർണ്ണമായും പരിശുദ്ധനാണെന്ന് ആദ്യ വാചകത്തിൽ വ്യക്തമാക്കിയത്. രണ്ടാമത്തെ വാചകത്തിൽ മനുഷ്യ സന്താനങ്ങൾ ഉണ്ടാക്കാനോ ദത്തെടുക്കാനോ നിർബന്ധിക്കുന്ന എല്ലാവിധ ദൗർബല്യങ്ങൾക്കും അവൻ അതീതനാണെന്ന് വ്യക്തമാക്കുന്നു. മൂന്നാമത്തെ വാചകം അനാവരണം ചെയ്യുന്നതിതാണ്: ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിന്റെ അടിമകളും അവന്റെ അധികാരപരിധിയിൽപ്പെട്ടതുമാണ്. അവയിൽ ഒന്നിനെ മാത്രം തന്റെ അനന്തരാവകാശിയാക്കി വെക്കാനോ പുത്രനായി വരിക്കാനോ മാത്രം ഒന്നിനോടും പ്രത്യേകമായ ഒരു ബന്ധവും അവനില്ല. പക്ഷേ സ്വഭാവ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്റെ അടിമകളിൽ ചിലരോട് ചിലരേക്കാൾ അള്ളാഹുവിന് അടുപ്പമുണ്ടെന്നത് നിസ്തർക്കമാണ്. എന്നാൽ ഈ അടുപ്പത്തിന്റെയും സ്നേഹത്തിന്റെയും അർത്ഥം ഏതെങ്കിലും അടിമയെ അടിമത്തത്തിൽ നിന്ന് മുക്തമാക്കി ദിവ്യത്വത്തിൽ പങ്കാളിയാവാൻ മാത്രം ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തുമെന്നല്ല. കവിഞ്ഞാൽ ഈ സ്നേഹത്തിന്റെ താൽപര്യം ഇതിനു മുമ്പൊരു സൂക്തത്തിൽ വ്യക്തമാക്കിയതുപോലെ ഇത്രമാത്രമാണ്: ആർ സത്യവിശ്വാസം കൈക്കൊള്ളുകയും ഭക്തിയുടെ മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നുവോ അവർ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല. ഇഹത്തിലും പരത്തിലും അവന് സന്തോഷമേയുള്ളൂ. قل إن الذين يفترون على الله الكذب لا يفلحون. പ്രവാചകൻ പറഞ്ഞുകൊടുക്കുക: അള്ളാഹുവിന്റെ പേരിൽ കള്ളം ചമയ്ക്കുന്നവർക്ക് ഒരിക്കലും മോക്ഷം പ്രാപിക്കാൻ കഴിയുന്നതല്ല. متاع في الدنيا ثم إلينا مرجعهم ثم نذيقهم العذاب الشديد بما كانوا يكفرون. ഇഹലോകത്തെ ഏതാനും നാളുകളിലെ ജീവിതത്തിൽ സുഖമനുഭവിക്കട്ടെ, എന്നിട്ടവരുടെ മടക്കം നമ്മുടെ സന്നിധിയിലേക്കാകുന്നു. പിന്നെ അവരുടെ ധിക്കാരത്തിന് പകരമായി നാം അവരെ കഠിന ശിക്ഷയനുഭവിപ്പിക്കുന്നതാകുന്നു. واتل عليهم نبأ نوح إذ قال لقومه يا قوم إن كان كبر عليكم مقامي وتذكيري بآيات الله فعلى الله توكلت فأجمعوا أمركم وشركاءكم ثم لا يكن أمركم عليكم غمة ثم قضوا إلي ولا تنظرون. ഇവരെ നൂഹിന്റെ കഥ കേൾപ്പിക്കുക. അദ്ദേഹം സ്വന്തം ജനതയോട് പറഞ്ഞ സന്ദർഭം: എന്റെ ജനമേ, ഞാൻ നിങ്ങളിൽ വസിക്കുന്നതും നിരന്തരം ദൈവിക സൂക്തങ്ങൾ കേൾപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് അസഹനീയമായിരിക്കുന്നുവെങ്കിൽ ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. സ്വയം നിർമ്മിച്ച നിങ്ങളുടെ ദൈവങ്ങളെയും കൂട്ടി ഒരു സംയുക്ത തീരുമാനം കൈക്കൊള്ളുക. എടുക്കുന്ന തീരുമാനത്തിന്റെ ഒരു വശവും നിങ്ങൾക്ക് അവ്യക്തമാകാതിരിക്കട്ടെ. എന്നിട്ട് എനിക്കെതിരിൽ അത് പ്രാവർത്തികമാക്കുക.
എനിക്ക് ഒട്ടും അവസരം തരേണ്ടതില്ല. ഇതുവരെ ബഹുദൈവാരാധകരുടെ വിശ്വാസ വിഭാവനകളിലും സമ്പ്രദായങ്ങളിലുമുള്ള അബദ്ധമെന്താണ്? എന്തുകൊണ്ടാണവ അബദ്ധമായത്? അവയ്ക്ക് പകരം ശരിയായ മാർഗമേതാണ്? അത് ശരിയാകാൻ കാരണമെന്ത്? എന്നീ കാര്യങ്ങൾ ബുദ്ധിപരമായ തെളിവുകളും ഹൃദയത്തിലേക്കിറങ്ങിച്ചെല്ലുന്ന ഉപദേശങ്ങളും നിരത്തിവെച്ച് സമർത്ഥിക്കുകയാണ് ചെയ്തത്. സ്പഷ്ടവും സത്യസമ്പൂർണവുമായ ഈ പ്രബോധനത്തിനെതിരിൽ അവർ സ്വീകരിച്ച നിലപാടിനെ പറ്റിയാണ് ഇനി പറയുന്നത്. 8-10 വർഷമായി അവരുടെ തന്നെ നന്മയ്ക്കു വേണ്ടി ഒരു സ്വകാര്യ താൽപര്യവുമില്ലാതെയാണ് പ്രവാചകൻ ഈ മാർഗദർശനങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിച്ചത്. അവ സ്വീകരിച്ച് അബദ്ധ സഞ്ചാരത്തിൽ നിന്ന് പിന്മാറുന്നതിനു പകരം ആ മഹാനുഭാവന്റെ ബദ്ധവൈരികളായി മാറുകയാണ് അവർ ചെയ്തത്. സത്യം തുറന്നു പ്രഖ്യാപിക്കുകയും അസത്യം അസത്യമാണെന്ന് പറയുകയും ചെയ്യുന്ന ആ മഹാനെ നാട്ടിൽ പൊറുപ്പിക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ തെളിവുകൾക്ക് കല്ലേറുകൊണ്ടും ഉപദേശങ്ങൾക്ക് ശകാരങ്ങൾ കൊണ്ടുമാണ് മറുപടി പറഞ്ഞത്. അവരുടെ നിലപാടിതാണ്: അന്ധരായ ഞങ്ങൾക്കിടയിൽ കാഴ്ചയുള്ള ഒരുവനുണ്ടെങ്കിൽ അയാൾ ഞങ്ങളുടെ കണ്ണുകൾ തുറപ്പിക്കുകയല്ല, സ്വന്തം കണ്ണുകൾ കൂടി അടയ്ക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കും. കാരണം കാഴ്ച പോലുള്ള കാര്യങ്ങളൊന്നും ഈ നാട്ടിൽ നടപ്പില്ല. അവരുടെ ഈ നിലപാടിനെതിരിൽ എന്തെങ്കിലും പറയുന്നതിനു പകരം നൂഹ് നബിയുടെ കഥ അവരെ കേൾപ്പിക്കാനാണ് അള്ളാഹു പ്രവാചകനോട് ആജ്ഞാപിക്കുന്നത്. ഈ കഥയിൽ തന്റെയും അവരുടെയും പ്രശ്നത്തിനുള്ള പരിഹാരവും അടങ്ങിയിട്ടുണ്ട്. നൂഹ് നബിയുടെ ഈ പ്രസ്താവന അദ്ദേഹം തന്റെ പ്രവർത്തനത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയില്ലെന്ന വെല്ലുവിളിയാണ്. നിങ്ങൾ എനിക്കെതിരിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തുകൊള്ളുക, എനിക്ക് അവലംബം അള്ളാഹുവാണ്. ഹൂദ് നബിയും ഇതേ വെല്ലുവിളി നടത്തിയതായി സൂറ ഹൂദ് 55-ാം സൂക്തത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. فَإِن تَوَلَّيْتُمْ فَمَا سَأَلْتُكُم مِّنْ أَجْرٍ إِنْ أَجْرِيَ إِلَّا عَلَى اللَّهِ وَأُمِرْتُ أَنْ أَكُونَ مِنَ الْمُسْلِمِينَ. നിങ്ങൾ എന്റെ ഉദ്ബോധനത്തിൽ നിന്ന് പുറംതിരിയുന്നുവെങ്കിൽ എനിക്കെന്ത് നഷ്ടം? ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിച്ചിട്ടില്ലല്ലോ. എന്റെ പ്രതിഫലമോ അല്ലാഹുവിങ്കൽ മാത്രമാകുന്നു. ആരു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്വയം മുസ്ലിമായിരിക്കാൻ ഞാൻ അനുശാസിക്കപ്പെട്ടിരിക്കുന്നു. فَكَذَّبُوهُ فَنَجَّيْنَاهُ وَمَن مَّعَهُ فِي الْفُلْكِ وَجَعَلْنَاهُمْ خَلَائِفَ وَأَغْرَقْنَا الَّذِينَ كَذَّبُوا بِآيَاتِنَا فَانظُرْ كَيْفَ كَانَ عَاقِبَةُ الْمُنذَرِينَ. ആ ജനം അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. ഫലമോ അദ്ദേഹത്തെയും കൂട്ടുകാരെയും നാം കപ്പലിൽ രക്ഷപ്പെടുത്തി. അവരെ മാത്രം ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച സകല ജനത്തെയും പ്രളയത്തിലാഴ്ത്തുകയും ചെയ്തു. മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അതംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരുടെ അന്ത്യം എന്തായിരുന്നുവെന്ന് നോക്കുക. ثُمَّ بَعَثْنَا مِن بَعْدِهِ رُسُلًا إِلَى قَوْمِهِمْ فَجَاءُوهُم بِالْبَيِّنَاتِ فَمَا كَانُوا لِيُؤْمِنُوا بِمَا كَذَّبُوا بِهِ مِن قَبْلُ كَذَلِكَ نَطْبَعُ عَلَى قُلُوبِ الْمُعْتَدِينَ. പിന്നീട് നൂഹിനു ശേഷം നാം വിവിധ പ്രവാചകന്മാരെ അവരവരുടെ സമുദായങ്ങളിലേക്ക് നിയോഗിച്ചു. പ്രവാചകന്മാർ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ആ ജനങ്ങൾക്കിടയിൽ ചെന്നു. പക്ഷേ അവർ ആദ്യമേ നിഷേധിച്ചിരുന്ന കാര്യം പിന്നെ വിശ്വസിക്കുന്നവരായിരുന്നില്ല. ഈ വിധം അതിരു കവിയുന്നവരുടെ ഹൃദയങ്ങളെ നാം അടച്ചുപൂട്ടുന്നു. ഒരിക്കൽ അബദ്ധം പ്രവർത്തിച്ചു പോവുകയും എന്നിട്ട് ദുശ്ശാഠ്യവും ധിക്കാരവും കാരണം ആ അബദ്ധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും തങ്ങളുടെ വാക്കുകളെ പൂജിക്കുകയും ചെയ്യുന്നവരെ പറ്റിയാണ് ഇവിടെ അതിരു കവിയുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ ഒരിക്കൽ ഒരു കാര്യത്തെ നിഷേധിച്ചു എന്നതിന്റെ പേരിൽ പിന്നീട് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും മുന്നിൽ കണ്ടിട്ടും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരാണ്. അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്രവെച്ചു എന്ന് പറഞ്ഞാൽ സത്യസരണിയിലേക്ക് വന്നു ചേരാനുള്ള തൗഫീഖ് അവർക്ക് ലഭിക്കാതെയാവുന്നുവെന്ന് സാരം. ثُمَّ بَعَثْنَا مِن بَعْدِهِم مُوسَى وَهَارُونَ إِلَى فِرْعَوْنَ وَمَلَئِهِ بِآيَاتِنَا
فاستكبروا وكانوا قوما مجرمين. പിന്നെ അവർക്ക് ശേഷം നാം മൂസായെയും ഹാറൂനെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി ഫിർഔന്റെയും അയാളുടെ പ്രമാണിമാരുടെയും അടുക്കലേക്ക് അയച്ചു. പക്ഷേ അവർ സ്വന്തം ഉയർച്ചയിൽ ഗർവിഷ്ഠരായി. അവർ കുറ്റവാളികളായ ജനമായിരുന്നു. ഔന്നിത്യത്തിൽ ഗർവിഷ്ഠരായി എന്നതിന്റെ താൽപര്യം ഇതാണ്: അവർ തങ്ങളുടെ സമ്പത്തിലും അധികാരത്തിലും പ്രതാപത്തിലും മതിമറന്ന് തങ്ങളുടെ സ്ഥാനം അടിമത്തത്തെക്കാൾ ഉന്നതമാണെന്ന് സ്വയം ധരിച്ചു. മാത്രമല്ല, അനുസരണത്തോടുകൂടി ദൈവത്തിന്റെ മുമ്പിൽ ശിരസ് കുനിക്കുന്നതിനു പകരം അഹങ്കാരം നടിക്കുകയും ചെയ്തു.